സസ്പീഷ്യസ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ചേച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പൊതുവെ ഞാനിങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ റിയാക്ട് ചെയ്യണം തോന്നിയോണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവൻ ഇത്ര നാളും പ്രശ്നേഷ് നാട്ടുകാർക്കായിരുന്നു. ഇപ്പൊ വീട്ടുകാർക്കും സ്വന്തം അമ്മക്കും പെങ്ങൾക്കുമായി മാറി ഇവൻ പ്രശ്നേഷ്. ഇവൻ ഇത്ര നാളും അച്ഛനെ കൊണ്ടായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മനെ കൊണ്ടും പെങ്ങളെ കൊണ്ടും ഒക്കെ ആയി ഇവനിക്ക് കുറ്റം പ്രശ്നമൊക്കെ. ഒരു നട്ടലുള്ള ഒരാങ്ങളെയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെങ്ങളെ കുറിച്ചിട്ടും നീ ഈ പറഞ്ഞതുപോലെ പറയില്ല, അത് ഉറപ്പാണ്. നിനക്ക് അവളെ തിരുത്താം, അവളെ നല്ല നേർവഴിക്ക് നടത്താം, നിനക്ക് അവളെ ഒന്ന് വേണമെങ്കിൽ അതിന് കൊടുക്കുകയും ചെയ്യാം. ആരും തെറ്റ് പറയില്ല, നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നീ ചെയ്ത് നോക്കിയ സ്വന്തം പെറ്റ വയറ് നിന്നെ കുറിച്ച് കുറ്റം പറയണമെങ്കിൽ അത് നിന്റെ ഭാഗത്ത് 100% തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ വീട് പോലും അല്ലത്, പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും, എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണ്ട? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അരിയത്ത് നിന്ന് ഇങ്ങനെ തലകാട്ടുന്ന നിന്നോട് കൂടിയാ പറയാനുള്ളത്. ഇവൻ അച്ഛനെ പറഞ്ഞു, ഇപ്പൊ പെങ്ങളെ പറഞ്ഞു, അമ്മയെ പറഞ്ഞു. നാളെ നിന്നെ കൊണ്ടും തള്ളി പറയുന്നുള്ളത് നീ കാത്തിരുന്ന് കണ്ടോ. ഓക്കെ. പിന്നെ പറയാനുള്ളത്, സ്വന്തം പെറ്റ വയറ്, പെങ്ങള് പോട്ടെ, പെങ്ങളെ നീ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അവള് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും, അത് വിട്ടേക്ക്. സ്വന്തം പെറ്റ വയറ് നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയടാ അവിടെ. നിന്റെ എല്ലാ ക്വാളിറ്റിയും നഷ്ടപ്പെട്ട ഒരു മകൻ എന്ന നിലയിൽ അത് നീ ആദ്യം മനസ്സിലാക്കുക.